ഹലോ, എല്ലാവർക്കും വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലെമൺ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് കറികളൊന്നുമില്ലാതെ തന്നെ ഈ റൈസ് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്ക് നേരെ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ലിറ്റർ വെള്ളം തിളപ്പിക്കുന്നതിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ബസുമതി റൈസ് വെച്ചിട്ടാണ് ഞാൻ ഈ ലെമൺ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1/2 കിലോ ബസുമതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിരുന്നതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. കണ്ടില്ലേ, വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് കഴുകി കുതിരാനിട്ടിരുന്ന അരിയില്ലേ, അത് ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പം വെള്ളമെല്ലാം നന്നായിട്ട് വാർന്നിട്ടുണ്ട്. ഈ അരി നമുക്ക് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂണോ തവിയോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ റൈസ് 90% വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ റൈസ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നെയ്യിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ടേ. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നെയ്യ് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 100 ഗ്രാം കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഇനി തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു സ്പൂണ് വെച്ച് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കും. കണ്ടില്ലേ, കശുവണ്ടിയുടെ കളറെല്ലാം മാറി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിൽ നിന്നും കോരി മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്ക് മുന്തിരി വറുത്തെടുക്കാം. അപ്പം ഞാനിവിടെ 100 ഗ്രാം ഉണക്കമുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിവിടെ ബ്ലാക്ക് കളർ ഉണക്കമുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളർ എടുക്കാവുന്നതാണ്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, മുന്തിരിയെല്ലാം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നെയ്യിൽ നിന്നും കോരി മാറ്റാം. ഇനി അടുത്തതായിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുത്ത് കരിഞ്ഞു പോകാത്ത രീതിയിൽ മൊരിയിച്ചെടുക്കാം. കണ്ടില്ലേ, സവാള നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നെയ്യിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ റൈസ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. മുഴുവൻ റൈസും ഞാൻ ഊറ്റി സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് റൈസിനുള്ള മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 2 ഉണക്കമുളക് നടുകെ മുറിച്ചത്. ഇനി ഇതിൻ്റെ കളർ മാറി വരുന്നവരെ നന്നായി റോസ്റ്റ് ചെയ്യാം. കണ്ടില്ലേ, ഇതുപോലെ കളർ മാറി വരുന്ന സമയത്ത് 2 പച്ചമുളക് 2ആയി കീറിയതും കൂടെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ നേരത്തെ റൈസ് വേവിച്ച സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ടാണ് ഇപ്പോൾ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കായം കൂടെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. അല്പം ഒന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. തണുത്തതിന് ശേഷം ലൈം ഒഴിക്കാൻ പറയുന്നത് കാര്യം ഇത് പെട്ടെന്ന് തന്നെ ചൂടിൻ്റെ ഇതുകൊണ്ട് വറ്റിപ്പോവും. അത് മാത്രമല്ല, ഇത് ചോറിൽ കയ്പ്പ് രസം വരാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് അല്പം തണുത്തതിന് ശേഷം ലൈം ജ്യൂസ് ഒഴിക്കാൻ പറയുന്നത്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1 പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ പച്ച ചുവ മാറുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത്രയും മതിയേ. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഫുള്ളും ഇട്ട് കൊടുക്കാം. ഇനി ചോറ് എല്ലായിടത്തും കൂടി ഒന്ന് നിരത്തി കൊടുക്കാം. അടുത്തതായി ചോറിന് മുകളിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്ത ശേഷം തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഒരു തടി കൊണ്ടുള്ള സ്പൂൺ കൊണ്ട് നമുക്ക് ഈ ചോറ് പതുക്കെ ഒന്ന് പൊടിഞ്ഞു പോവാത്ത രീതിയിൽ മിക്സ് ചെയ്യാം. കണ്ടില്ലേ, ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ചോറിന് മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാള, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ് ഇത്രയും ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണേ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ലെമൺ റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്.
അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.